ഹലോ സാർ. വരുൺ, നിങ്ങൾ എവിടെയുണ്ട്? സാർ, ഞങ്ങളും അന്വേഷണത്തിന് ഇറങ്ങിയതാ. പക്ഷേ ആർക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. വരുൺ, ഇവിടെ കുഞ്ചങ്കടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കായല. നിങ്ങൾ അവിടം വരെ ഒന്ന് വരണം. ചേട്ടാ, നമ്മുടെ ഈ പാട്ടുകാരി ശ്യാമ മേഡം ഇതുവഴി വണ്ടിയിൽ പോകുന്ന കണ്ടായിരുന്നോ? എന്താ? അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, നമ്മുടെ ഈ പാട്ടുകാരി ശ്യാമ മേഡം ഞാൻ ഫോട്ടോ കാണിക്കാമേ. അതെ, ഇതുവഴി എങ്ങനെ പോകുന്ന കണ്ടായിരുന്നോ വണ്ടിയിൽ? ഞാൻ കണ്ടില്ല. ചേട്ടനോ? ചേട്ടൻ കണ്ടായിരുന്നോ? നീ വാ, നീ ഒന്ന് വണ്ടി കയറി. നമുക്കേ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ആരെങ്കിലും എന്തെങ്കിലും അടയാളം പറയാതിരിക്കില്ല. ചേച്ചി, ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ എവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സാർ, ഇയാൾക്കെന്തോ പറയാനുണ്ട്. എന്താടോ? ഞാനേ കായലിൽ വലവീശി മീൻ പിടിക്കുന്ന ആളാ. കുഞ്ചങ്കടവിൽ വെള്ളത്തിലൊരു ഷോളും 2 ചെരുപ്പുകളും കിടക്കുന്നുണ്ട് സാർ. ഇതെവിടെ കുഞ്ചങ്കടവ്? ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം സാർ. ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. താങ്ക് യു. ശരി. അവർക്കൊന്നും അറിയില്ലെന്നാ പറയുന്നേ. വാടോ, വണ്ടി കയറ്. സാർ, ഇത് അവിടെയാണ്. നടക്ക്. സാർ, ഇതോ അവിടെയായിട്ട് വരും. സാർ, ഇതുകൊണ്ട് ഇവിടെ.
ഇതാണ്ട് സാറേ. എടുക്ക്. ഹലോ സാർ. വരുൺ, നിങ്ങൾ എവിടെ ഉണ്ട്? സാർ, ഞങ്ങളും അന്വേഷണത്തിന് ഇറങ്ങിയതാ. പക്ഷേ ആർക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. വരുൺ, ഇവിടെ കുഞ്ചങ്കടവെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കായല. നിങ്ങൾ അവിടം വരെ ഒന്ന് വരണം. എന്തു പറ്റി സാർ? ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ജോഡി ചെരുപ്പുകളും പിന്നെ ഒരു ഷാളും ഒക്കെ കിടപ്പുണ്ട്. സാർ, എന്തോ അപകടം നടന്നതിന്റെ സൂചനയാണ്, വേറൊന്നുമല്ല. അതൊന്ന് നോക്കി കൺഫേം ചെയ്യണം. സാർ, ഇതിപ്പോ അന്വേഷണത്തിനൊരു ഭാഗമായി കണ്ടാൽ മതി. അത് ശ്യാമ മാഡത്തിന്റെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. ശരി സാർ. എന്താ എന്താ? ഏട്ടാ, ഒരു മിനിറ്റ്. രാധിക, ഒരു മിനിറ്റ്. വരുൺ, എന്താ? രാധിക, ഞാനും ഏട്ടനും കൂടെ കുറച്ച് ദൂരേക്ക് പോയി അന്വേഷിച്ചാലെന്ന് കരുതുക. ഒരു കാര്യം ചെയ്യാം, തന്നെ ഞങ്ങൾ കണിമംഗലത്ത് കൊണ്ടുവിടാം. ഇല്ല, ഞാൻ വരില്ല വരുൺ. ഒരു കാരണവശാലും ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ, ഞാൻ പറയുന്ന താനൊന്ന് കേക്ക്. ഞാൻ വരുണിന്റെ കൂടെ ഇരുന്നോളാം, എത്ര ദൂരം വേണമെങ്കിലും വന്നോളാം.